ആലപ്പുഴയിൽ നിന്ന് ഒരു അപകട വാർത്ത വരുന്നുണ്ട്. അവിടെ അപകടം സംഭവിച്ചത് തോട്ടപ്പള്ളിയിലെ മത്സ്യബന്ധന വള്ളം മറിഞ്ഞു എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളായ പല്ലന സ്വദേശി സുദേവിനെ കാണാനില്ല എന്നും പറയുന്നു. 7 പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. സ്ഥലത്ത് കോസ്റ്റൽ പോലീസിന്റെ തിരച്ചിലുണ്ട്. ദേവൻ ഈ ബോട്ടിൽ 7 പേർ, അതിൽ ഒരാളെയാണോ കാണാതായത്? ബാക്കി എല്ലാവരും സേഫായിട്ട് തിരികെ എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്? എപ്പോഴായിരുന്നു അപകടം? വിവരങ്ങൾ പറഞ്ഞു. സേതു, ഇന്ന് രാവിലെയോട് കൂടിയാണ് ആലപ്പുഴ തോട്ടപ്പള്ളി പൊഴിക്ക് സമീപം ഈ മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിയുന്നത്. ഈ തോട്ടപ്പള്ളി പൊഴിക്ക് സമീപത്ത് നിന്നും കടലിലേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ശക്തമായ തിരമാലയടിച്ച് ഈ വള്ളം മറിയുന്നത്. ബോട്ടിനുള്ളിൽ 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 6 പേര് ഈ വള്ളം മറിഞ്ഞതോടുകൂടി നീന്തി കരയ്ക്ക് കയറാൻ സാധിച്ചു. എന്നാൽ പല്ലന സ്വദേശിയായിട്ടുള്ള സുഖ്ദേവിന് മാത്രം രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സംഭവം പറഞ്ഞ് രാവിലെ ആദ്യം തന്നെ കോസ്റ്റൽ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും എല്ലാം നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ തിരച്ചിൽ തുടരുകയാണ്. ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് തന്നെ വലിയ മത്സ്യബന്ധന ബോട്ടുകളൊന്നും തന്നെ കടലിൽ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തീരത്തോട് അടുത്ത് തന്നെ മത്സ്യബന്ധനത്തിനായി പോകുന്ന ചെറുവള്ളങ്ങളാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പോകുന്നത്. അങ്ങനെയുള്ള ഒരു ചെറിയ വള്ളമാണ് പമ്പ ഗണപതി എന്ന പേരുള്ള ഒരു ചെറിയ വള്ളത്തിലാണ് ഈ രാവിലെ മത്സ്യത്തൊഴിലാളികൾ ഈ മത്സ്യബന്ധനത്തിനായി പോയത്. അത് മറിഞ്ഞാണ് ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്നതും. ഈ നീന്തി കരയ്ക്ക് കയറിയ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഏതായാലും ഇപ്പോൾ കാണാറായിട്ടുള്ള സുഖദേവിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. കോസ്റ്റൽ പോലീസിനും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും സംഘങ്ങൾ അവിടെ എത്തി ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി ദേവൻ, ആലപ്പുഴയിലാണ് മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് തൊഴിലാളികൾക്ക് പരുക്ക് പറ്റിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദേവൻ MP.